ഇന്നിപ്പോ നമ്മളെ വീട്ടിൽ തന്നെയാണ്. നമുക്ക് ചെറിയൊരു പണി ഉണ്ടെന്ന്. ഇപ്പൊ ഇത് നമ്മളെ ബൊലീറോയാണ് വണ്ടി. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണല്ലേ നമ്മുടെ അടുത്ത് ബൊലീറോയാണെന്ന്. ഇത് നോക്കിയാണ് നിങ്ങള് നമ്മളെ ഈ ഒരു ബ്രേക്ക് ലൈറ്റിന്റെ ഈ ഒരു സാധനം പറ്റ കുയമ്പലായിന്. ഇതിന്റെ ഒരു അവസ്ഥ നോക്കിയാണ് നിങ്ങള്. ആകെ പോയില്ലേ? ആകെ വര വീണ് ഇങ്ങോട്ട് ഫുള്ള് എന്താ പറയാ സ്ക്രാച്ച് വീണല്ലേ. അതിനകത്തോടെ വെള്ളമൊക്കെ വരുന്നുണ്ട് ഉള്ളിലോട്ട്. ആകെ ഇടയ്ക്ക് ലൈറ്റ് കാണും, ബാക്ക് റിവേഴ്സ് എടുക്കുമ്പോ ലൈറ്റ്. മനുഷ്യന്മാരെ മുന്നിൽ കൊണ്ടേ നിർത്താൻ നാണക്കേടായിന്. ബൊലീറോ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, ഈ കാട്ടുകൂടി മേട്ടുകൂടിയും കുന്നും മലയും വെള്ളത്തിൽ കൂടെ ആണെങ്കിലും പുഴയിൽ കൂടെ ആണെങ്കിലും തോട്ടുകൂടെ ആണെങ്കിലും ഒക്കെ എല്ലാ ഓഫ് റോഡ് കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്ന വണ്ടിയല്ല. നിങ്ങൾക്ക് അറിയില്ലേ? എന്നിട്ട് ഇതിന്റെ ഒരു അവസ്ഥ കാണുന്നുണ്ട് നിങ്ങള്. ഭയങ്കര സങ്കടം. ഇതേമാതിരി തന്നെയാണ് ഇതും. കണ്ടില്ലേ? ഇതിപ്പോ നമ്മൾ എടുത്തിട്ട് ഇപ്പൊ 3 കൊല്ലം കഴിഞ്ഞു എന്നാ തോന്നുന്നത്. 4-ാം കൊല്ലാ തോന്നുന്നുണ്ട് ഈ നവംബറിലേക്കറ്റെ. അപ്പൊ നമ്മള് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്താണ്. പിന്നെ ഒരു കളറില്ല, അത്ര ഫിനിഷിങ് പോരല്ലേ? എനിക്ക് മടുത്തപ്പോ ഇതിങ്ങനെ കാണുമ്പോ ഒരു ഇതാണ്. എല്ലാരും വണ്ടി നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോ അത് ഭയങ്കര നല്ല ലൈറ്റ് ആണ്. പിന്നെ ഇതിന്റെ ഇവിടെ വേറൊരു സാധനം ഉണ്ട്, സ്റ്റീല് മരുന്ന സാധനം. അതൊക്കെ എടുത്ത് കളഞ്ഞൂല നമ്മള്. കൊറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കത് പുതിയതായിട്ട് വെക്കാല്ലേ? പുതിയത് വെക്കും. വണ്ടി ഒന്ന് കഴുകാനും ആയിട്ടുണ്ട്, കഴുകാനും കൊടുക്കണം എന്നോ നാളെയൊക്കെ ആയിട്ട്. നമ്മള് ഫുള്ള് ട്രിപ്പ് അല്ലായിരുന്നു. പാലക്കാട് പോയി, പിന്നെ മംഗലാപുരം പോയി, കർണാടകത്തിൽ ഒക്കെ പോയിട്ട് വന്നപ്പം കഴുകാൻ ടൈം കിട്ടിയില്ലല്ലോ. പിന്നെ ഈ മഴക്കാലത്ത് കഴുകിയിട്ടും വലിയ കാര്യമില്ല. അതിങ്ങനെ എവിടേക്കെങ്കിലും പോകുമ്പോ റോട്ടിൽ നിന്ന് ചെളി നോക്കിയല്ലേ അല്ലേ? റോഡ് പണിയൊക്കെ ആയതുകൊണ്ടും ആണ് ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് അതൊന്ന് മാറ്റി നോക്കാം അല്ലെ? നമുക്ക് ഈ സാധനം എടുത്ത് കളഞ്ഞിട്ട് നല്ല പുതിയത് വെക്കണം. അപ്പൊ ഇന്നലെ ഞാൻ പ്രത്യേകമായിട്ട് ചേട്ടനോട് പിന്നെയും കുറേ ദിവസമായി പറഞ്ഞ് ഇന്നലെ ഒന്ന് വാങ്ങി കൊണ്ടോന്ന്. എത്ര അല്ലേ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. മൊത്തം 1300 നമുക്ക് കാണിച്ചു കൊടുക്കാം അതിനല്ലേ 1300. അപ്പൊ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. അപ്പൊ ഇതേ ലുമാക്സിന്റെ ആണ്. നമ്മള് 2 അങ്ങോട്ട് വാങ്ങി. 2 മാറ്റം എഴുതിയാണ്ട് ഒന്ന് കളറാക്കാം. കളറാക്കണം. നിങ്ങൾക്ക് അറിയായിട്ടാണ് ഇതിന്റെ ഇടങ്ങേറ്. ലുമാക്സ് ആണ് ഇതിന്റെ കമ്പനി അല്ലേ? അപ്പൊ ഒന്ന് തുറന്ന് കാണിച്ചു തരാം, എടുത്തൊക്കെ കാണിച്ചു തരാം. എന്താ അതിന്റെ തിളക്കം നോക്കിയാണ്. ചോപ്പ് കളർ കേട്ടോ. ഇങ്ങനെ തിളങ്ങണ്, പള മിന്നുണ്ട്. എളുപ്പം വെക്കണത്, എടുത്ത് വലിച്ചെറിയാത്. നമുക്ക് തന്നെ ഇത് ഇതൊക്കെ ഇപ്പൊ ചേട്ടായിക്ക് നിസ്സാര പണിയല്ലേ ഉള്ളൂ. അതിന്റെ കളർ കണ്ടങ്ങള് എന്താ രസം. ഈ പുതിയതിന്റെയും ആ പഴയതിന്റെയും കളറും അതിന്റെ ഒരു വ്യത്യാസം ഒന്ന് കാണിച്ചു തരാൻ. ഇത് കണ്ടോ? ഇതിന്റെ നിറം ഈ പുതിയ ചുവപ്പ് നിറം തമ്മിലുള്ള ഒരു വ്യത്യാസം കണ്ടോ? അപ്പൊ എന്തൊക്കെയായാലും നമുക്ക് ഇതാണ്ട് മാറ്റി അങ്ങോട്ട് ഇട്ട് വെക്കുക. ഇനി നമ്മളെ വണ്ടീന്റെ നമ്പർ ഒന്ന് നോക്കിയാണ് നിങ്ങള്. KL 57 കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്. KL 57 9700. ഇതേമാതിരിക്ക് ഫാൻസി നമ്പറൊക്കെയാണ് നിങ്ങളൊക്കെ വണ്ടീൻ്റെത് ആണെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു വണ്ടി ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആണ്. പണ്ടൊന്നും എനിക്ക് ബൊലീറോയാണ് എടുക്കണപ്പോ ഒരു രസം തോന്നിയില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ കണ്ട് ഇങ്ങോട്ട് ഇതായപ്പോ അതിലിങ്ങനെ പോലും തുടങ്ങിയപ്പോ എടുത്ത് ഇപ്പൊ ഭയങ്കര ഇഷ്ടായത്. നമ്മളെ കിച്ചുവിന്റെ ഭയങ്കര എന്താ പറയാ കൊടുക്കാൻ സമ്മതിക്കണില്ല. ഞാൻ പറഞ്ഞു നമുക്ക് വണ്ടി വിൽക്കാന്നൊക്കെ പറഞ്ഞു ഇന്നാളൊരു ദിവസം അല്ലേ? അപ്പൊ ഏതായാലും നമുക്കൊന്ന് മാറ്റല്ലേ? മാറ്റൂലേ? ചെറിയ പണിയുള്ളൂ. അത് 4 സ്ക്രൂ തയ്ച്ചാതില്ലേ? 4 സ്ക്രൂ അഴിക്കുന്നു. ഇത് ഞാനൊന്ന് അയച്ചോക്കട്ടെ. ഒരു സ്ക്രൂ ഒക്കെ വേണമെങ്കിൽ ഞാൻ ഊരി തരും. നോക്കട്ടെ കേട്ടോ. കുറച്ചൊക്കെ വയ്ക്കും പോലെ നമുക്ക്. ഇതിപ്പോ ഇടത്തോട്ടല്ലേ തിരികെ. അപ്പൊ ഇതേമാതിരിക്കുള്ള ചെറിയ വർക്കുകളൊക്കെ ചേട്ടായിന്റെ ഒപ്പം നടന്നുകാണ്ടേ ഞങ്ങളിങ്ങനെ കണ്ടു പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ സ്ക്രൂ ഇപ്പൊ ഞാൻ 2ാമത്തെ ഊരിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പൊട്ടിപ്പോയില്ലേ? എല്ലാം പൊട്ടിപ്പോയി. അതിന് ഫുള്ള് കുറച്ച് കഴിയുമ്പോ വെള്ളം കയറും. അത് വെള്ളമൊക്കെ ആയി ഫുള്ള്. പിന്നെ വയറിങ് ഷോർട്ട് ആവും. ഈ ഇടയ്ക്ക് എലി കയറിയ ഫുള്ള് കടിച്ചോ? അത് എലിയ കേറി വന്ന് ആർക്കറിയാം. ഏതോ ഒരു ഹോളിൽ കൂടെ തോന്നണത് ആ ഹാൻഡ് ബ്രേക്കിന്റെ അവിടെ ആ ഗ്യാപ്പ് കൂടെയാണ് വന്നത് തോന്നുന്നുണ്ട്. അതിനകത്തേക്ക് വെള്ളം ശരി. അതേ വെള്ളം ഒളകണ് കണ്ടോ? അതെ കണ്ടോ? കണ്ടത് വണ്ടി ആകെ നശിച്ചു. എന്നാ പിന്നെ അതുകൊണ്ട് അങ്ങനെയൊക്കെ അതിനകത്ത് വെള്ളമൊക്കെ കെട്ടി കിടക്കുമ്പോഴാണ് പിന്നെ അത് തുരുമ്പ് പിടിച്ച് ആകെ പോവുക. ഇപ്പൊ ഇതല്ലേ ഇപ്പൊ നമ്മളാ പെട്ടിയിലുള്ള സാധനം. ഈ വയറിങ് ഇത് ഒന്നും ചെയ്യാനൊന്നുമില്ല. ഈ സംഭവം ഈ ക്ലിപ്പ് ഊരുക. ഈ ക്ലിപ്പ് ഇവിടുന്ന് ഊരിയാൽ മതി. എന്നിട്ട് ആ പുതിയ ക്ലിപ്പ് ഇട്ടാൽ മതി. നമുക്ക് ഊരണ്ട. നമുക്ക് ഈ ഒരു ഇതല്ലേ ഈ സാധനം ഇങ്ങോട്ട് ഊരിയെടുക്കുന്നത്. ഇത്ര മതി.
ഇത് നോക്കി ആ ഈ വെള്ളത്തിലാണ് ആ ബൾബ് കിടന്നത്. കണ്ടോ ഈ ബൾബ് വെറുതെ അല്ല ഇത് ഇതായി ഇതേക്ക്. ആട്ടോ തുരുമ്പ് കേറിയത്. നോക്ക് വെള്ളം ഇതിനകത്ത് കണ്ടോ 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 ഉണ്ടോ. ഇപ്പൊ പഠിച്ചു പോയി. ഇത് കണ്ടോ ഇന്നാള് ഇതിന്റെ ഈ സ്ക്രൂവേ ടൈറ്റായി പോയി, ഊരാൻ കിട്ടിയില്ല. പൊട്ടീനല്ലോ അത്. അത് കട്ടർ വെച്ചിട്ട് പൊട്ടിച്ചതാണ്. അന്നത്തെ അടിപൊളി സെറ്റപ്പ് സാധനമായിരുന്നു. അതേത്തെ സ്റ്റിക്കറൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞു തരും. ഇതെല്ലാം പറിച്ചു കളയും. എന്നിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്യണ കാണിച്ചു കൊടുക്കാം. ഇത് ഫിറ്റ് ചെയ്യല്ലേ? അത് ചെറിയ നോക്കട്ടെ. പണിയുള്ളൂ. ഓ ലംഘനുണ്ട് അത്. പടപടാ മിന്നുണ്ട്. പുറത്തെ അതും ഇതും പറിക്കേ. ഈ ആ സാധനം സ്റ്റിക്കറും പറിച്ചു. അപ്പൊ നമ്മളെ ബൾബേ മറ്റേ വെള്ളം കേറിയിട്ട് ആകെ നാശമായി, തുരുമ്പ് പിടിച്ചു പോയി. നമുക്കിത് ഫിറ്റ് ചെയ്താലോ? ഫിറ്റ് ചെയ്യാം. ഇത് ഫിറ്റ് ചെയ്യണില്ല? ഞാൻ ആക്കണേലേറെ ഒന്നുകൂടി നന്നാകെ ചേട്ടായി ആക്കുമ്പോഴായിരിക്കും. കാരണം അതിന്റെ കറക്റ്റ് നൂലാമാലകളൊക്കെ നോക്കണ്ടേ. നൂലാമാല നോക്കാനൊന്നുമില്ല. സ്റ്റിക്കർ പറിച്ച് കളയുന്ന ഇത് ആദ്യത്തെ ഇട്ട പോലെ തന്നെ അങ്ങനെ ഇട്ടാൽ മതി. ബൾബ് കറക്റ്റ് അതായത് ഇതില് ഫിറ്റ് ചെയ്യാം അല്ലേ? അതിൽ വെക്കുന്നു, സ്ക്രൂ ഇടുന്നു. ഇത്ര മതി, സംഭവം ഇത്രേ ഉള്ളൂ പണി. ദാറ്റ്സ് ഓൾ. ഇത് വെക്കുന്നു. ഇത് ഇത് പൊടി ഒന്ന് തുടക്കണ്ടായിരുന്നോ? അത് തുടക്കണം. ഇതൊന്ന് വെച്ച് കാണുന്നില്ല, അതെല്ലാം കിടിലൻ സാധനം. പൊടി തുറക്കി. പൊടി തുറക്കാം അല്ലേ? ആഹാ ഇത് കണ്ടോ, അതും ഇതും തമ്മിലുള്ള മാറ്റം കണ്ടല്ലേ? നേരത്തെ ഞാൻ എടുത്ത് കളഞ്ഞു. ഓ അതേല് പൊടിയെല്ലാം പിടിച്ചല്ലോ. ഷറല്ലേ? ഇട്ടോളുവാ. ഇനി കണ്ടോളിങ്ങള് വണ്ടീൻ്റെ പുതിയ കോലം. റെഡിയായി റെഡിയായി. ഹായ് ഹായ്. ഇപ്പം സൂപ്പറായില്ലേ? സൂപ്പർ. ഇത്ര പണിയേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് പുതിയ മോഡലില്ലേ, പുതിയ വണ്ടി 2020 മോഡലൊക്കെ പുതിയ പൊലിയറല്ലേ, അതും ഇടാന്നാണ് അതിൻ്റെ. ഈ ലൈറ്റോ നോക്കിക്കോട്ടോ. ആ ഇൻഡിക്കേറ്റർ എത്തുണ്ടോ? ആ കത്തുണ്ട്. അപ്പൊ ആർക്ക് ലൈറ്റ് ഒക്കെയോ? ആ ലൈറ്റ് കത്തണല്ലേ? റിവേഴ്സോ? ആ കത്തുണ്ട്. മേലത്തെ കത്തുണ്ട്. കത്തുണ്ടോ? ആ അപ്പൊ അത് സംഭവം ഓക്കെ. അപ്പൊ നല്ല സ്റ്റൈലായി. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡിയായി. ഫുള്ള് ലൈറ്റും ഒക്കെ പുഴിപ്പിച്ചൊക്കെ സെറ്റപ്പ് സാധനമായി. സംഭവം അടിപൊളിയായില്ലേ? അപ്പൊ നല്ല കാണാൻ നല്ല സ്റ്റൈലായി. അപ്പൊ നമുക്ക് ഇനി പോയാലും നമുക്ക് കണ്ട് ഇനി വണ്ടി ഒന്ന് കഴുകും കൂടി ചെയ്താണ്ടല്ല, ചെളിയൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ എന്ത് കളറായിക്കെന്ന് അറിയോ. ഇത് അയച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രൂ ഇടാൻ കുറച്ചൊന്ന് പണി കിട്ടിട്ടോ, കുറച്ചൊന്ന് മെനക്കെട്ട് ഇടാൻ. അപ്പോൾ ഏതായാലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയും കാര്യങ്ങളൊക്കെ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ 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 ബൈ.